നമുക്ക് ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്തേക്കുന്ന അക്കോമഡേഷൻ്റെ ഇതാണ് കേട്ടോ. ഇതിലത്തെ ഒരു റൂം അപ്പാർട്ട്മെൻ്റ് ആണ് നമുക്ക് വേണ്ടി അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇതാണ് ഹോസ്പിറ്റലിൽ എനിക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്ന കാറ്. ഇത് നമുക്കൊരു 3 മാസത്തേക്ക് നമ്മൾ അക്കോമഡേഷൻ്റെ കൂടെ തന്നെ അവർ തരുന്നതാണ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻസൈഡ് ഇതേപോലെയാണ് കേട്ടോ കാണാനായിട്ട്. നമ്മൾ വന്ന് സെറ്റിൽ ആവുന്നതായിരിക്കും. ഇങ്ങനൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടിയത് നമുക്ക് എന്തായാലും ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ്. ഇത് ഓപ്പൺ ആയിട്ട് കിടക്കട്ടെ അല്ലേ, വെളിച്ചുണ്ടാവില്ല. അല്ലെങ്കിൽ വിശക്കുന്നുണ്ടോ? നീ ചൂടാക്കിക്കോ, അത് ചൂടാക്കിക്കോ, നമുക്ക് കഴിക്കാം. നല്ല തിരക്കുള്ളൊരു ഐലൻഡാണ് സെൻറ്റ് മാർട്ടിൻ എന്ന് പറയുന്ന ഐലൻഡ്. ഒരുപാട് കാറുകളുണ്ട്. നമ്മുടെ മാൽഡീവ്സിൽ നമ്മൾ കണ്ടൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കാറ്റുണ്ടാവില്ല. ആക്ച്വലി ഇതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇവർ മോസ്റ്റ്ലി ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. ഇതാണ് ബാത്റൂം കേട്ടോ. നൈസായിട്ട് സെറ്റ് ചെയ്ത് അപ്പാർട്ട്മെന്റിൽ തന്നെ വേറെ റൂമുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ അക്കോമഡേഷൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് വ്ലോഗ്സ് വിത്ത് ദിനേഷ് ബ്രോ. ദിസ് ഈസ് എൽഡോസ് ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളത് സെൻറ്റ് മാർട്ടിനിലാണ്. നമുക്ക് ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്തേക്കുന്ന അക്കോമഡേഷൻ്റെ ഇതാണ് കേട്ടോ. ഇതിലത്തെ ഒരു റൂം അപ്പാർട്ട്മെൻ്റ് ആണ് നമുക്ക് വേണ്ടി അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. സ്ഥലം എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ്. ഇത് ഒരു ടൗണിൻ്റെ അടുത്താണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആണ് കെയർ ഫോർ എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് വരുന്നത്. ഇതൊരു ബാങ്കാണ്, WIB ബാങ്ക്. സോ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകേണ്ടത്. മൊത്തത്തിൽ വൈബ് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് അവിടെ ഇപ്പം ഇവിടെ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു ട്രോപ്പിക്കൽ, നമ്മുടെ മാൽഡീവ്സിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണെങ്കിലും ഇന്ന് പെട്ടെന്ന് ഇവിടെ നല്ല മഴ പെയ്ത് നല്ലൊരു അടിപൊളി വൈബായിട്ടുണ്ട്. ഇതാണ് ഹോസ്പിറ്റലിൽ എനിക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്ന കാറ്. ഇത് നമുക്കൊരു 3 മാസത്തേക്ക് നമ്മൾ അക്കോമഡേഷൻ്റെ കൂടെ തന്നെ അവർ തരുന്നതാണ്. നമുക്ക് ഡ്രൈവിംഗ് അറിയില്ലെങ്കിൽ നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാം. അങ്ങനെയാണ് അവർ പറഞ്ഞത്. മീൻസ് ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. സോ ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് അവർ തന്നേക്കുന്ന റൂം. നമുക്കിപ്പോൾ പോയി നോക്കാം. എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഡ്രൈവാണ് ഈ ഒരു സ്ഥലത്തേക്കുള്ളത്. ഇതൊരു സിറ്റിയുടെ അടുത്തായതുകൊണ്ട് തന്നെ ശരിക്കും ഈ ഇവിടുത്തെ സ്ഥലങ്ങൾക്ക് ഭയങ്കര കോസ്റ്റ്ലി ആണെന്നാണ് നമ്മുടെ ഒരു ഇന്ത്യൻ ഫ്രണ്ട് പറഞ്ഞത്. ഹോസ്പിറ്റൽ ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവരാണ് നമുക്ക് ഇപ്പോൾ ഈ അക്കോമഡേഷനും ഈ കാറും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ നമ്മൾ കൊണ്ടാക്കിയിട്ട് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് പോകുന്നത്. ഞാനും മരിയും ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് റൂമിൽ നിന്ന് കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ അവൾ തുടച്ച് വൃത്തിയാക്കണം. ഞാൻ ജസ്റ്റ് ഈ നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ്. മഴയുടെ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ ദൂരെയൊന്നും പോയില്ല. ഞാൻ ജസ്റ്റ് മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ അന്നേരം തന്നെ കുറച്ച് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ തൊട്ടപ്പുറത്ത് KFC ഉണ്ടായിരുന്നു. അപ്പോൾ KFCയിൽ നിന്ന് കുറച്ച് ചിക്കനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് അവിടെയാണ് കേട്ടോ, കെയർ ഫോർ എന്ന് പറഞ്ഞിട്ട്. അത് വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. അവിടെ എല്ലാ വിധ തിങ്സും ഉണ്ട്. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. പിന്നെ ഇതൊക്കെ വലിയ വലിയ ബിൽഡിംഗ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള വാഴയൊക്കെ എവിടെയുണ്ട്. സ്ഥലം വലിയ കുഴപ്പമില്ല. അക്കോമഡേഷൻ ഞങ്ങൾ കുറച്ച് നേരം വന്നിട്ട് അക്കോമഡേഷനും കുഴപ്പമില്ലാത്ത രീതിയിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റൂം. ക്ലീൻ ആക്കിയാ ഓക്കെ മച്ചം വരെ. ഇതാണ് കേട്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്ന നമ്മുടെ അക്കോമഡേഷൻ. റൂം കുറച്ച് നാളായിട്ട് ആരും യൂസ് ചെയ്യാത്തതുകൊണ്ട് നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനാണ് കേട്ടോ. ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ഓൺ പ്രോസസ്സിങ്ങിലാണ്. ഞാൻ ജസ്റ്റ് TV-യിൽ വൈഫൈ ഒക്കെ കിട്ടുന്നുണ്ടോ നോക്കിയതാണ്. വൈഫൈ കിട്ടുന്നുണ്ട്, നമ്മുടെ ചാനലാണ്. അതിൽ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ കുറച്ച് തിങ്സ് മാത്രമാണ് നമ്മളിപ്പോൾ ഒന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവർ ടാക്സിയിൽ കയറ്റി വിടാമെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ നിന്നിരുന്ന സ്ഥലത്തു നിന്ന്. അപ്പോൾ ഇതാണ് കിച്ചൺ ഏരിയ. ഒരുവിധം എല്ലാ സെറ്റപ്പും ഉണ്ട്. അവർ പറഞ്ഞത് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞത്. പാത്രം പിന്നെ അങ്ങനെ പെരുമാറാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബ്രെഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിച്ചു. ബ്രെഡും കാര്യങ്ങൾ കഴിച്ചു. പിന്നെ കുറച്ച് തിങ്സ് കഴിഞ്ഞപ്പോൾ KFCയിൽ നിന്ന് കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് പാത്രങ്ങൾ, ബാക്കിയൊക്കെ ഒരുവിധം എംപ്റ്റി ആണ് അല്ലേ? നോക്കിയായിരുന്നോ നീ? കുറച്ച് പാത്രങ്ങളുള്ളൂ. പിന്നെ ഓവൻ ഉണ്ട്, മൈക്രോവേവ് ഓവൻ. അപ്പം ഇത് നമുക്ക് ഇവിടുത്തെ എല്ലാ അക്കോമഡേഷനും ഇങ്ങനെ തന്നെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ട ആ ഇന്ത്യൻ ഫാമിലി പറഞ്ഞത് ഇവിടെ നമുക്ക് റൂം മാത്രമായിട്ടാണ് എല്ലാം കിട്ടുള്ളൂ. അപ്പോൾ ആ റൂം കിട്ടിക്കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള എല്ലാ തിങ്സും നമ്മൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഒരു ടെമ്പററി ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ നമുക്കൊരു 3 മാസത്തേക്ക് അറേഞ്ച് ചെയ്തേക്കുന്നതാണ്.
അപ്പോൾ 3 മാസം കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അതുവരേക്കും നമ്മൾ വന്നൊന്ന് സെറ്റിൽ ആവുന്നവരേക്കും ഇങ്ങനൊരു അപ്പാർട്ട്മെന്റ് കിട്ടിയത് നമുക്ക് എന്തായാലും ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ്. ഇതാണ് വാഷിംഗ് മെഷീൻ ആൻഡ് ഇത് ഡ്രയറാണ്. പിന്നെ 2 കൊടയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പിൾസിന് വേണ്ടി വെച്ചാണ്. വെളിച്ചം കുറവല്ലേ? ലൈറ്റ് ഇത് തുറന്നു നോക്കിയോ? മര്യാദ ടയേർഡാണ്. ആവു, നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല തിരക്കുള്ളൊരു ഐലൻഡ് ആണ് സെന്റ് മാർട്ടിൻ എന്ന് പറയുന്ന ഐലൻഡ്. ഒരുപാട് കാറുകളുണ്ട്. നമ്മുടെ മാൽഡീവ്സിൽ നമ്മൾ കണ്ടൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ചെറിയ ബൈക്കുകളും സ്കൂട്ടേഴ്സും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ ഇവിടെ ഞാൻ നിറയെ കണ്ടത് ഈ കാറുകൾ മാത്രമാണ്. പിന്നെ ബൈക്കൊക്കെ വെരി റയർലി ഞാൻ കണ്ടുള്ളൂ ഇവിടെ വരുന്ന വഴിക്ക്. പിന്നെ വന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലവും ആദ്യമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന വ്യൂ ഇത് എങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഇതായിട്ടൊരു റൂമും കാര്യങ്ങളും മേലെ. എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിൽ വരുന്ന സ്റ്റാഫിന് വേണ്ടിയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അക്കോമഡേഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളോട് വേസ്റ്റ് ഒക്കെ ഡിസ്പോസൽ ചെയ്യാനായിട്ട് അവിടെ പറഞ്ഞേക്കണേ. ഓപ്പൺ ആയിട്ട് കിടക്കട്ടെ അല്ലേ, വെളിച്ചം ഉണ്ടാവില്ല. അല്ലെങ്കിൽ വിശക്കുന്നുണ്ടാ? നീ ചൂടാക്കിക്കോ, അത് ചൂടാക്കിക്കോ, നമുക്ക് കഴിക്കാം. അവള് ചിക്കൻ ചൂടാക്കിയോട്ടെ. അപ്പോഴേക്കും നമുക്ക് റൂമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ബെഡ്റൂം. ബെഡ്റൂമും സെറ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ എല്ലാ ഫാനും ഞാൻ മുമ്പ് നിന്നിരുന്ന ഹോട്ടലിലത്തെ ഫാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതെല്ലാം 5 ലീഫാണ്. ഇതിന് വലിയ കാറ്റുണ്ടാവില്ല. ആക്ച്വലി ഇതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇവർ മോസ്റ്റ്ലി ഇവിടെ യൂസ് ചെയ്യുന്നതെന്നാണ് ഇന്ത്യൻ ഫാമിലിയിലത്തെ ആ ചേട്ടൻ പറഞ്ഞത്. കാരണം നമുക്കിവിടെ AC ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫാനിൻ്റെ ആവശ്യം ശരിക്കില്ല. അപ്പോൾ ഒരു ജസ്റ്റ് കാറ്റൊന്നും എല്ലായിടത്തേക്കും ഒന്ന് ചുമ്മാ എത്തിക്കാനും പിന്നെ ഒരു എന്താ പറയുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മോസ്റ്റ്ലി ഇവർ എല്ലായിടത്തും 5 ലീഫ് ഫാൻ ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇത് തന്നെ നമുക്ക് സേവ് ചെയ്യണം. നമ്മുടെ മെയിൻ ഹാളിലുണ്ട്. കുഴപ്പമില്ല. ക്യൂൺ സൈസ് ബെഡ്. നല്ല ബെഡാണ്. എല്ലാം എത്തിയാണ്. പക്ഷെ ഒരുവിധം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വന്ന് ഒന്ന് സെറ്റ് ആവാനായിട്ടുള്ള സമയം അതാണ് ഒരു 3 മാസം. ഈ ഒരു 3 മാസം നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. അതെല്ലാം നമ്മൾ വാങ്ങിക്കണമെങ്കിൽ നല്ല എമൗണ്ട് വരും. ഇവിടെ എങ്ങനെ എല്ലാവരും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെന്റിനാണ് എടുക്കുന്നത്. എല്ലാവരും ഇൻസ്റ്റാൾമെന്റിനാണ് സാധനങ്ങൾ എടുക്കണം. മൊത്തം ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൂടെ വാങ്ങിയിട്ട് അവർ ലോൺ പോലെ നമ്മൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അങ്ങനെ ഇപ്പൊ എടുക്കുന്നില്ല. ഇന്ത്യൻ ഫാമിലിയിലത്തെ ചേട്ടൻ പറഞ്ഞത് നമുക്ക് കുറച്ച് തിങ്സ് വാങ്ങിക്കാം, നെസസറി ആയിട്ടുള്ള തിങ്സ് പുതിയതായിട്ടുള്ള റൂമിലേക്ക് മാറുമ്പോൾ വാങ്ങിക്കാന്ന് മാത്രമേ പറഞ്ഞിട്ട്. ഈ കാണുന്നത് ഹരിക്കെയിൻ ഷട്ടേഴ്സ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഹരിക്കെയിൻ സീസണിൽ ഫുള്ള് ക്ലോസ് ചെയ്തിടണമെന്നാണ് ഹോസ്പിറ്റലിലത്തെ ആ ഫെസിലിറ്റി ഡിപ്പാർട്ട്മെന്റിലത്തെ ആൾക്കാർ പറഞ്ഞത്. ഇതാണ് ബാത്റൂം കേട്ടോ. നൈസായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ബാത്റൂമൊക്കെ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിലാണ്. അപ്പം നമ്മുടെ നാട്ടിലത്തെ കിട്ടുന്ന പോലെ ഫ്ലഷും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എക്സ്ട്രാ വാങ്ങി ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്നും അറിയത്തില്ല. അതില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു വൺ ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആണ് നമുക്ക് അവർ തന്നേക്കുന്നത്. നമ്മളധികം പിന്നെ പ്രൈവസി നന്നായിട്ട് നമുക്ക് ഇവിടെ കിട്ടും. കാരണം വേറെ ഷെയറിങ് റൂമല്ല. ഈ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ വേറെ റൂമുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ ഹോസ്പിറ്റല് അക്കോമഡേഷൻ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുതിയ അക്കോമഡേഷൻ. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ തുടക്കം. ഇനി ഇവിടെ നിന്ന് കുറച്ച് തിങ്സ് ഒക്കെ വാങ്ങിച്ച് പുതിയ റൂം കണ്ടുപിടിച്ച് മാറണം. അപ്പോൾ ഈ 3 മാസം നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് ഹോസ്പിറ്റലായിട്ട് പരിചയമാവും. അതേമാതിരി തന്നെ ഇവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെടാം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഈ വീടിരിക്കുന്ന സ്ഥലത്ത് ചുറ്റുപാട്, ഞാനിപ്പോൾ ഇതൊരു 2 ദിവസമൊക്കെ ആയിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്യണത്. കാരണം എനിക്കിപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് പോകാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുക. അത് കഴിഞ്ഞ് വന്നിട്ട് നാളെ ഇതേമാതിരി തന്നെ രാവിലെ ഞങ്ങൾ 2 പേരും കൂടെ ജസ്റ്റ് കറങ്ങാനായിട്ട് ഇറങ്ങുന്നുണ്ട് ഇതിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അപ്പോൾ കാണാം.